ഹായ് ഫ്രണ്ട്സ്, മൊഞ്ചത്തിയിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജീരക ദോശയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അരി കുതിർത്തിയത്, കോക്കനട്ട്, ജീരകം, ചുവന്നുള്ളി, ഉപ്പ് എന്നീ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് എടുക്കുന്നത്. നാഴി അരിക്ക് ഒരു മുറി കോക്കനട്ട്, 2 ടീസ്പൂൺ ജീരകം, 4 ചെറിയുള്ളി, ഉപ്പ് ഇവയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം അധികമായാൽ അത് പറ്റേ ലൂസായി പോകും. ദോശ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. രാവിലെ ചായക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, മിൽമ നെയ്യ്. അത് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഈ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചില ആളുകൾ ഇതിൽ ചോറ് കൂട്ടാറുണ്ട് അരക്കുന്ന സമയത്ത്. പക്ഷെ ഞാനതിൽ ചോറൊന്നും കൂട്ടിയിട്ടില്ല, പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇതിലൊരു ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടി ഒഴിച്ച് നോക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ജീരകദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇനിയൊരു പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരും. അതുവരെ ഗുഡ് ബൈ.